ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇറ്റ്സ് സഞ്ജൂസ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഒരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് പോയാലോ. അപ്പോൾ നമ്മൾ ഇന്നൊരു എക്സ്പോ കാണാൻ വന്നിരിക്കുകയാണ് ഗൈസ്. ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ വഴുതയ്ക്കാടുള്ള പോലീസ് മൈതാനം ക്യാമ്പിൻ്റെ അവിടെയാണ്. നമ്മുടെ മറൈൻ ഡിസ്നി വേൾഡ് എക്സ്പോയാണ് ഗൈസ്. അടിപൊളിയായിരുന്നു, ഒരു രക്ഷയില്ല. അപ്പോൾ നമ്മൾക്ക് ടിക്കറ്റ് ഒരാൾക്ക് വരുന്നത് 120 റുപ്പീസാണ്. ശേഷം ഞങ്ങൾ അകത്തോട്ട് പോയി. അടിപൊളിയായിരുന്നു ഗൈസ്, ഒരു രക്ഷയില്ല. നല്ല പല കളറിലുള്ള മീനുകളെയാണ് ഞങ്ങൾ അതിൻ്റെ അകത്ത് കണ്ടത്. നല്ല അതിമനോഹരമായിട്ടുള്ള രീതിയിലാണ് അവരത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കഴിവ് ഒരിക്കലും നമുക്ക് പറയാതിരിക്കാൻ വയ്യ. അടിപൊളിയായിരുന്നു, എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. നമ്മൾ നല്ലതായിട്ട് എൻജോയ് ചെയ്തു. സത്യം പറഞ്ഞാൽ ഗൈസ്, നമ്മൾ ഈ കാണുന്ന മീനിൻ്റെ പേരുകൾ പോലും ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു. പക്ഷേ എന്നാലും എന്തോ ഒരു എല്ലാം ഒരു അടിപൊളിയായിരുന്നു, ഒരു പ്രത്യേകതരം ഭംഗിയായിരുന്നു. ശേഷം ഞങ്ങൾ അടുത്തത് പോയത് ഈ ഉറങ്ങുന്ന ആളെ കാണാനായിരുന്നു ഗൈസ്. സത്യത്തിൽ എനിക്ക് പേടിയുണ്ടായിരുന്നു. അതുപോലെ തന്നെയാണ് ഇവരെയും കണ്ടു. എന്തെന്നറിയില്ല, അവിടെ എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഈ മത്സ്യകന്യകയാണ് ഗൈസ്. ഒരു രക്ഷയില്ലായിരുന്നു, അടിപൊളിയായിരുന്നു. പുള്ളിക്കാരി അടുത്തൊക്കെ വന്ന് ഒരു ഫ്ലൈയിങ് കിസ്സൊക്കെ തന്നു, ലവൊക്കെ തന്നു, പിന്നെ നമുക്ക് നമസ്കാരമൊക്കെ പറഞ്ഞു. എനിക്കെന്തോ നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു ആളെ. എന്നിട്ട് ഇയാൾ ടാറ്റയൊക്കെ പറഞ്ഞു പോയി. അപ്പോൾ പോയപ്പോൾ എന്തോ ഒരു വിഷമം തോന്നി. ആ വിഷമം മാറ്റാനായിട്ട് ഞങ്ങൾ നേരെ അടുത്തത് പോയത് അവിടുത്തെ എക്സിബിഷൻ കാണാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ അവിടെ പല തരത്തിലുള്ള അച്ചാറുകളുണ്ടായിരുന്നു. അതുപോലെ തന്നെ പല തരത്തിലുള്ള നമ്മുടെ മിഠായികളുണ്ടായിരുന്നു. നമ്മുടെ പഴയകാല മിഠായി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു എക്സിബിഷൻ പോലെ ഒരിടത്തുണ്ടായിരുന്നു. അടിപൊളിയായിരുന്നു. അപ്പോൾ ഞങ്ങളും അതിൽ നിന്ന് കുറച്ച് മിഠായിയൊക്കെ വാങ്ങിച്ചു. നാരങ്ങ മിഠായി, തേൻ മിഠായി, പിന്നെ നമ്മുടെ കപ്പലണ്ടി. അപ്പോൾ ഇതൊക്കെ നമ്മുടെ പഴയ ഓർമ്മയിലോട്ട് കുട്ടിക്കാലത്തോട്ട് കൊണ്ടുപോകുന്ന ഒരു രീതിയായിരുന്നു. അപ്പോൾ അവിടെ നമ്മൾ 1-2 മിഠായിയൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ശേഷം എനിക്ക് അവിടെ ഒരു ഓക്കെ ആയിട്ട് ഫീലായിട്ട് തോന്നിയത് ഈ ഒരു ഗെയിം സെക്ഷനിൽ വന്നിട്ടാണ്. ഒരു പൈസ പോയി, വേറൊന്നും നമുക്കവിടെ എനിക്ക് കിട്ടിയില്ല. കാരണം നമുക്ക് 3 ബോൾസ് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് 3 ചാൻസാണുള്ളത്. അത് ഗ്ലാസ്സുകൾ എറിഞ്ഞ് വീത്തുക എന്നുള്ളതാണ്. കളി തോറ്റ വിഷമം മാറാൻ വേണ്ടിയിട്ട് നമ്മൾ നേരെ പോയത് ഒരു കുലുക്കി സർബത്ത് കുടിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അടിപൊളിയായിരുന്നു. ശേഷം ഞാൻ നേരെ വന്നത് എൻ്റെ ചേച്ചിയുടെ വീട്ടിലേക്കാണ് ഈ വാങ്ങിച്ച മിഠായിയൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് നമ്മുടെ ഫേവറേറ്റ് തേൻ മിഠായിയാണ്. അപ്പോൾ ഒരു പെന്ന് വാങ്ങിച്ചു. അപ്പോൾ ഇത് കൊടുക്കേണ്ടത് ആർക്കെന്നറിയണ്ടേ, നമ്മുടെ വൈഗുനാണ്. അപ്പോൾ അവൾ ഹാപ്പിയായി. സ്ഥിതിക്ക് ഞാനിന്ന് വളരെ ഹാപ്പിയാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ബൈ.